മൂവാറ്റുപുഴ നഗരസഭയിൽ വളർത്തുമൃഗങ്ങൾക്കുള്ള ലൈസൻസ് കർശനമാക്കുന്നതിന് നഗരസഭ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. നായ്ക്കളെ പരിപാലിക്കാൻ കഴിയാതെ വരുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നായ, പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താൻ നഗരസഭ ലൈസൻസ് വേണമെന്ന വ്യവസ്ഥകൾ കർശനമാക്കാൻ നഗരസഭയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തീരുമാനമായി. നായ്ക്കളെ പരിപാലിക്കാൻ കഴിയാതെ വരുമ്പോൾ തെരുവിലുപേക്ഷിക്കുന്നത് ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ നായ്ക്കളെ വാക്സിനേഷൻ നടത്തി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിവരമറിയിച്ച് ലൈസൻസ് വാങ്ങണമെന്നാണ് നിയമം. എന്നാൽ ഇത് കർശനമായി പാലിക്കപ്പെടുന്നില്ല. വളർത്തുനായ്ക്കൾക്കും പൂച്ചകൾക്കും മറ്റും കൃത്യമായ വാക്സിനേഷൻ, വന്ധ്യംകരണം എന്നിവ നിയമം അനുശാസിക്കുന്ന വിധം അതത് സമയത്ത് ചെയ്യണം. തെരുവുനായ് ശല്യത്തിനെതിരായ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നഗരത്തിൽ ABC പദ്ധതി നടപ്പാക്കുന്നില്ലെന്ന് വലിയ ആക്ഷേപമുയർന്നിരുന്നു. നായ്ക്കൾക്കുള്ള ഷെൽട്ടറും നഗരത്തിൽ നിലവിലില്ല. അതേസമയം നഗരത്തിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയുമാണ്. തെരുവുനായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കുന്ന ABC പദ്ധതി നടപ്പാക്കാത്തതിൽ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.